തൃശ്ശൂർ എന്ന് പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ ഭൂപടത്തിൽ താമരയ്ക്ക് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ലാത്ത ഒരു മണ്ഡലമാണ്. അതൊരുപക്ഷെ ശ്രീശൻ മാഷ് ലക്ഷം കടത്തിയൊരു തുടക്കം കുറിച്ച് വെച്ചെങ്കിൽ വളരെ ആക്സിഡൻ്റലായിട്ടാണ് 2019 എന്നെ അവിടെ സ്ഥാനാർത്ഥിയായി. സത്യത്തിൽ അപ്പോഴും ഞാനൊരു പ്രോക്സി കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് മാത്രമാണ് അത് സ്വീകരിച്ചത്. എൻ്റെ നേതാക്കന്മാരെ ഞാൻ അനുസരിച്ചു. പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒരു 14-15 ദിവസം അവൈലബിൾ കണ്ടിൻജൻറ്റിനെ വെച്ച്. അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശ്ശൂരിലെ പ്രവർത്തകർക്ക് പോലും ആത്മവിശ്വാസത്തിൻ്റെ ഒരു ബലം മാത്രമാണ്, ഒരു കരുത്ത് മാത്രമാണ് എൻ്റെ ഒരു സാന്നിധ്യം അവിടെ നേടിക്കൊടുക്കാൻ സാധിച്ചത്. പക്ഷെ അത് വിജയത്തിലേക്ക് എത്താൻ എത്ര ദൂരമുണ്ടെന്നുള്ളത് അവർക്ക് നല്ല ധാരണയുമുണ്ടായിരുന്നു. ചില അട്ടിമറികളുടെ ഫലമായിട്ട് മാത്രമാണ് അന്ന് അവിടെ താമരയ്ക്ക് വിരിയാൻ സാധിക്കാഞ്ഞത്. ആ അട്ടിമറി നടത്തിയ പാർട്ടിക്കോ സംഘത്തിനോ ആണ് ഇന്ന് ഏറ്റവും വലിയ തിരിച്ചടി അവിടെ തൃശ്ശൂരിലെ ജനത നൽകിയിട്ടുണ്ട്. നിങ്ങളൊക്കെ രാഷ്ട്രീയം അരാഷ്ട്രീയം എന്ന് പറയുന്ന 2 സെഗ്മെൻ്റാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി 2 സെഗ്മെൻ്റാണുള്ളത്. രാഷ്ട്രീയം, നിങ്ങൾക്ക് താല്പര്യപ്പെടാൻ പറ്റാത്തത് അരാഷ്ട്രീയം എന്നത്. പക്ഷേ ഇത് അരാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്ന ഒരു തുടക്കമാണ് തൃശ്ശൂരിലെ ജനങ്ങൾ, ഞാൻ പറയും പ്രജാദൈവങ്ങൾ കുറിച്ചിരിക്കുന്നത്. ഇനി അത് തന്നെയായിരിക്കും കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും കാലം വഞ്ചനാപരമായ അസത്യ പ്രചരണത്തിലൂടെ ഒരുപക്ഷെ താമര കടന്നു വരാനുള്ള വാതായനങ്ങളെല്ലാം അടച്ചുപൂട്ടി ജനങ്ങളെ അസത്യം പറഞ്ഞ് പ്രചരിപ്പിച്ച് വിശ്വസിപ്പിച്ച് അപകടമാണ് എന്ന് പറയുന്ന ഒരു സൂചന അവർക്ക് നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിയും അവരുടെ കൂടെയുള്ള BDJS അടക്കമുള്ള NDA സംഘാംഗളം മുഴുവൻ ഒരു തിരോധാനം കൽപ്പിക്കും പോലെ ദൂരെ നിർത്തിയിരുന്നത്. ഇനി ഈ വിജയത്തെ നിങ്ങൾ അരാഷ്ട്രീയം എന്ന് തന്നെ വിളിക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം. അരാഷ്ട്രീയം എന്ന് പറയുന്നതിന് പ്രസക്തിയുണ്ടെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഇനി ഈ നിലയ്ക്ക് തന്നെയായിരിക്കും വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ് നയം കേരളത്തിലെ വോട്ടേഴ്സ് എന്ന തീരുമാനമായി എടുക്കുന്നുവോ അന്നവർ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിലൂടെ വഞ്ചിക്കപ്പെടാത്ത ഒരു മലയാളി സമൂഹമായി ഉയർത്തെഴുന്നേൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അവർക്ക് ഉതകുന്നതാര് എന്ന് പറയുന്ന കണ്ടെത്തൽ തിരഞ്ഞെടുപ്പിലൂടെ നടത്തണം. രാഷ്ട്രീയ പ്രവർത്തനം എല്ലാവരുടെയും അവകാശമാണ്, എല്ലാവരുടെയും അഹങ്കാരവുമാവാം. പക്ഷെ അത് അടിച്ചേൽപ്പിക്കപ്പെടാനുള്ളതല്ല, അടിമപ്പെടുത്താനുള്ളതുമല്ല. അപ്പോൾ ആ രാഷ്ട്രീയ വിശ്വാസങ്ങളിലൊക്കെ തന്നെ ഊന്നി നിന്നുകൊണ്ട് മണ്ണിന് ഗുണം ചെയ്യുന്നവനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്നവരിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയും എന്ന് തോന്നിയാൽ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ അത് ഈ മണ്ണിന് ഒരുപാട് ഗുണം ചെയ്യും. രാഷ്ട്രീയ കക്ഷികൾക്കല്ല അതിൻ്റെ നേട്ടം ഉണ്ടാവേണ്ടത്, മണ്ണിനും മണ്ണിൻ്റെ ജനതയ്ക്കും മാത്രമാണ് ആ നേട്ടം കൊയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടത്. തിരഞ്ഞെടുപ്പ് ആ ദിശയിലേക്ക് വഴിതിരിക്കപ്പെടും എന്നുള്ളത് ഭാവിയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസക്തിയും സാന്നിധ്യവും ഇവിടുത്തെ ലോക്കൽ ബോഡിയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ നിയമസഭയിലും അതിൻ്റെ കാറ്റാഞ്ഞു വീശുന്ന കാലം വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് മാത്രമാണ് ജനങ്ങളുടെ ഒരു നിശ്ചയത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വലിയ അനുഗ്രഹമാണ്.